കോൺഗ്രസിനോട് അകന്നു മാറി നിൽക്കുന്ന തരൂർ ഏത് പാർട്ടിക്കാരനാണ് എന്ന് ചോദിച്ചാൽ യാതൊരു ഉത്തരവും നൽകാനില്ല. പാർട്ടി രണ്ടാമതും രാജ്യം ഒന്നാമതും എന്ന് മാത്രമാണ് തരൂർ നൽകുന്ന ഏക ഉത്തരം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടിക്ക് അപ്പുറത്തുള്ള ഒരു താക്കോൽ സ്ഥാനമാണ് ഈ തരൂർ നോട്ടമിടുന്നത് എന്ന സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇവിടെ വലിയ അഴിച്ചുപണിയിലേക്കാണ് കേന്ദ്ര മന്ത്രിസഭ ഒരുങ്ങുന്നത്. മോദിയുടെ മൂന്നാം ഊഴത്തിന്റെ ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ്. ഈ വേളയിലാണ് വലിയൊരു അഴിച്ചുപണിയിലേക്ക് മോദി തന്നെ നേരിട്ട് കിടക്കുന്നത്. 2024 തെരഞ്ഞെടുപ്പിന് ശേഷം JP നദ്ദ കേന്ദ്രമന്ത്രി പദവിയിലേക്ക് എത്തിയതിനു ശേഷവും BJPക്ക് ഒരു ദേശീയ അധ്യക്ഷൻ ഇല്ല. ഉടനെ അധ്യക്ഷനെ തെരഞ്ഞെടുക്കും എന്നൊക്കെ പാർട്ടി പലവട്ടം പറയുമ്പോഴും ഇന്നും JP നദ്ദ തന്നെയാണ് BJP ദേശീയ അധ്യക്ഷ സ്ഥാനത്തുള്ളത്. പകരം പല നേതാക്കളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് എങ്കിലും നിർമ്മലാ സീതാരാമൻ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താനുള്ള സൂചനയും തള്ളിക്കളയാനാവില്ല. ഒരു വനിതയെ താക്കോൽ സ്ഥാനം ഏൽപ്പിക്കുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അതിനിർണായകമായ നീക്കം നടക്കുന്നത്. ഇന്നലെ തൊട്ട് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനവും തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ജഗദീപ് ധൻകർ എന്ന ഉപരാഷ്ട്രപതി രാത്രിക്ക് രാത്രി 2 വർഷം ഇനിയും മുന്നിൽ ബാക്കി നിൽക്കുമ്പോൾ രാജിവെച്ച് പടിയിറങ്ങുന്നത്. ഇതിന് പിന്നിൽ തരൂറാണ് എന്ന് BJP വൃത്തങ്ങൾ പോലും അടക്കം പറയുന്നുണ്ട്. കാരണം പലപ്പോഴും കേന്ദ്ര സർക്കാരിനെതിരെ പറഞ്ഞ വിവാദങ്ങളിൽ ചെന്ന് ചാടിയിട്ടുള്ള ധൻകറിനേക്കാൾ പ്രതിപക്ഷ ചേരിയിലായിരുന്നിട്ടും മോദി സ്തുതി പാടുന്ന തരൂറാണ് എന്തുകൊണ്ടും നല്ലത് എന്ന് മോദിയെ കൊണ്ട് തന്നെ നിലപാടെടുക്കുന്ന തരത്തിലേക്കാണ് തരൂർ ഈ അടുത്ത കാലത്ത് കോൺഗ്രസിനെതിരെ തിരിഞ്ഞുകൊണ്ട് പോരാടിയത്. ഈ തീരുമാനം ദേശീയ തലത്തിൽ പോലും ചർച്ചയായി മാറുകയാണ്. ഇത് ശശി തരൂർ ഇഫക്ട് എന്നാണ് പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായി തെറ്റി നിൽക്കുന്ന ശശി തരൂർ രാജ്യസ്നേഹം ഉയർത്തിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. രാജ്യത്തിന് വേണ്ടി എന്ത് ഉത്തരവാദിത്വവും ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചും കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള ഉപരാഷ്ട്രപതി പദത്തിലേക്ക് തരൂരിനെ BJP നിയോഗിക്കുമോ എന്നതാണ് ഉയർന്ന ചോദ്യം. എന്നാൽ കോൺഗ്രസിൽ നിന്നും തരൂർ പുറത്തു വന്നാൽ കേന്ദ്രമന്ത്രിസഭയിൽ താക്കോൽ സ്ഥാനം നൽകുമെന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. BJP ദേശീയ അധ്യക്ഷനെയും ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് അതിന് പിന്നാലെ വരുന്ന വാർത്ത. ഇതും കേന്ദ്രമന്ത്രിയാകുമെന്നും സൂചനയുണ്ട്. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ അടക്കമുള്ള പേരുകളാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഇതിനൊപ്പം ചർച്ച ചെയ്യുന്നത് ഏറെയും കേന്ദ്രമന്ത്രിമാരാണ്. അങ്ങനെ വന്നാൽ കേന്ദ്രമന്ത്രിസഭയിലും ഒഴിവ് വരും. ഈ സമ്മേളന ശേഷം മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുനിയുമെന്ന സൂചനയും ഇത് ബാക്കി വെക്കുന്നുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇടയുള്ള സംസ്ഥാനങ്ങളെ കരുതലിൽ എടുക്കണമെന്നാണ് വിലയിരുത്തൽ. ഇത് കേരളത്തിൽ കൂടുതൽ സാധ്യത നൽകുമോ എന്ന വിലയിരുത്തലും വരുന്നുണ്ട്. അടുത്തിടെ രാജ്യസഭയിലെത്തിയ RSS മുഖമായ സദാനന്ദൻ മാസ്റ്റർ പോലും ഇതിന്റെ പരിഗണനയിൽ വെക്കുന്നുമുണ്ട്. ഇതിനൊപ്പമാണ് തരൂരിന്റെ സാധ്യതയും ചർച്ചയാകുന്നത്. അതായത് തരൂർ മനസ്സു തുറന്നാൽ ഉടൻ അന്തിമ തീരുമാനങ്ങളിലേക്ക് BJP കടക്കുമെന്ന് പോലും വിലയിരുത്തലുണ്ട്. അവിടെയാണ് നിർമ്മലാ സീതാരാമന് മറ്റൊരു പദവിയും രാജിയിലേക്കും ഒക്കെ പോകുന്ന അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാവുന്നത്.